ധൂർത്തപുത്രൻ, അത് ഏതൊരു പുത്രൻ്റെ കഥയല്ല, അത് എൻ്റെയും നിങ്ങളുടെയും കഥയാണ്. 24-ാമത്തെ വയസ്സിലാണ് ആ കഥ കേൾക്കുന്നത് ഞാൻ. ആദ്യത്തെ ധ്യാനം. ഡിഗ്രി 12 വിഷയത്തിൽ 11 പൊട്ടി. 3 ഇമ്പ്രൂവ്മെൻ്റ് നടത്തി, യാതൊരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥ. ലോകം വിഡ്ഢി, പൊട്ടൻ, മന്ദബുദ്ധി എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പൻ വിളിക്കും ഗുഡ് ഫോർ നത്തിങ്, അമ്മ വിളിക്കും പൊട്ടൻ, നാട്ടുകാർ വിളിക്കും വിവരമില്ലാത്തവൻ. വിദ്യാഭ്യാസമില്ല, പ്രത്യേക കഴിവുകളില്ല, സമ്പത്തില്ല, തൊഴിലില്ല, അന്തസ്സില്ല, എല്ലാം പോയതാ. ഒരൊറ്റ തീരുമാനം തിരിച്ചറിഞ്ഞു. എന്താണ് പാപം? പിതൃത്വത്തെ തള്ളിക്കളഞ്ഞതാണ്. എന്ന് 25-27 വർഷം ഒരു തീരുമാനമെടുത്താണ്. ഇനി ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും, ദൈവത്തിൻ്റെ മകനായിട്ട് ജീവിക്കും. ആ പുത്രസ്ഥാനത്തിന് വിരുദ്ധമായതെല്ലാം ഉപേക്ഷിക്കും, എല്ലാം ഉപേക്ഷിക്കും. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് അഭിമാനത്തോടെ, വലിയ ആനന്ദത്തോടെ പറയും, എന്നെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിനെ ഞാൻ കണ്ടിട്ടില്ല ഈ ഭൂമിയിൽ. ചിലർ പറയും അഹങ്കാരം എന്ന് പറയും. അഹങ്കാരമല്ല, ദൈവത്തിൻ്റെ കരുണയാണ്. 27 വർഷം മുമ്പ് സ്വന്തം അപ്പം പറഞ്ഞു, യൂസ്ലെസ്, ഗുഡ് ഫോർ നത്തിങ്, ഈ ഭൂമിയിൽ ജീവിക്കാൻ എനിക്ക് അർഹതയില്ല. 30,000 രൂപ കൊടുത്ത് ഗൾഫിലേക്ക് ഒരു വിസ എടുത്തവനാണ് ഞാൻ. എല്ലാ ഒട്ടകത്തിൻ്റെ പാല് കുടിച്ച് അറബിയുടെ വണ്ടിക്ക് പെട്രോൾ വെച്ച് ജീവിക്കുക, ദാറ്റ് ഈസ് ഓൺലി സ്കോപ്പ്, നിൻ്റെ ലൈഫിൽ അതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പൻ. അമ്മ പറഞ്ഞ് അതും പോലും കൊടുക്കാൻ യോഗ്യനല്ല, വേസ്റ്റാണ്, 30,000 രൂപ വെറുതെ നിന്നെ കളയണമെന്ന് ചോദിച്ചു. അതായിരുന്നു എൻ്റെ അവസ്ഥ. ഈ അവസ്ഥ ഒറ്റ മാറ്റമുള്ളൂ, മാനസാന്തരം. മാനസാന്തരം. യു വിൽ ബി ബ്ലെസ്ഡ് ഇൻ ദ വേൾഡ്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കണം. അബ്രാഹത്തിന് കൊടുത്ത അനുഗ്രഹമാണ്. നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കും, നീ ഒരു അനുഗ്രഹമായി മാറിയിരിക്കും, നിന്നിലുള്ള ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഇതാണ് നമ്മൾ ഓരോരുത്തർക്കുള്ള അനുഗ്രഹമാണ്. യു ഷുഡ് ബിക്കം എ ബ്ലെസ്സിങ് ടു ദ വേൾഡ്. മക്കൾക്ക് മാത്രമല്ല, എൻ്റെ 7 മക്കളെ കൂടാതെ എനിക്ക് കുറേ മക്കളുണ്ട് ഇവിടെ. എല്ലാം ബ്ലെസ് ചെയ്യപ്പെടുന്ന മക്കളാണ്, എല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഇതുപോലെ നമ്മളെല്ലാവരും ഈ ലോകത്തിനൊരു അനുഗ്രഹമായി മാറണം. ഇത് അനുഗ്രഹമാകാൻ നിനക്ക് പ്രത്യേകിച്ച് കുടുംബ പാരമ്പര്യത്തിൻ്റെ ആവശ്യമില്ല, വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമില്ല, ലോകത്തിൻ്റെ അറിവിൻ്റെ ആവശ്യമില്ല, നിനക്ക് എന്താ പറയുക, സാമ്പത്തിക ഭദ്രതയുടെ ആവശ്യമില്ല. നീ ഈ ലോകത്തിൽ അനുഗ്രഹിക്കാൻ നിനക്ക് വേണ്ടത് ഒന്ന് മാത്രം, ദൈവത്തിൻ്റെ കൃപ. ഹല്ലേലൂയ. 15 വയസ്സുള്ളൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ജെറൂസലേം ദേവാലയത്തിൽ അടിച്ചു വാരുന്ന പെൺകുട്ടി. അവളുടെ ജോലി അതാ. അപ്പനും അമ്മയും മരിച്ചുപോയ അനാഥ കുട്ടിയാണ്. അവളാണ് ലോകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീ. എന്താ കാര്യം? കൃപ. ഹല്ലേലൂയ. പോരാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയാ കൃപ കിട്ടുക? ദൈവഹിതം നിറവേറ്റണം. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം, നിന്റെ വചനം എന്നിൽ നിറവേറ്റെന്ന് പറഞ്ഞതാണ്. അതൊരു പ്രാവശ്യം പറഞ്ഞതല്ല, കുരിശിൻ്റെ ചുവട് വരെ, ജീവിതത്തിൻ്റെ അവസാനം വരെ അവൾ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, നിന്റെ ഇഷ്ടം നിറവേറണം. നീ എനിക്ക് എന്ന കുഞ്ഞിനെ ബലിയർപ്പിക്കണമോ? അതാണ് നിന്റെ ഇഷ്ടമെങ്കിൽ സന്തോഷത്തോടെ ഞാനിതാ സമർപ്പിക്കുന്നു. ഇന്ന് പ്രഭാഷകൻ്റെ പുസ്തകങ്ങൾ വചനം കേട്ടിട്ടുണ്ടാവും. മക്കളുടെ മേൽ അമ്മമാർക്ക് എന്തുണ്ട്? അധികാരമുണ്ട്. മറിയം സമ്മതിക്കാതെ ദൈവത്തിന് യേശുവിനെ കൊല്ലാൻ പറ്റില്ല, ആ ബലി സ്വീകരിക്കാൻ പറ്റില്ല. ദൈവപ്രമാണത്തിനെതിരാണ്. കാരണം എല്ലാ മക്കളുടെ മേൽ അമ്മയ്ക്കാണ് അധികാരം, ദൈവത്തിനല്ല അധികാരം. അമ്മമാർ കൊടുക്കുന്ന വേദന ദൈവം ഒത്തിരി ബഹുമാനിക്കുന്നുണ്ട്, നിങ്ങൾ കൊടുക്കുന്ന വില. അതുകൊണ്ട് യു ഹാവ് ദ റൈറ്റ് ഓവർ എവറി ചിൽഡ്രൻ. പക്ഷെ ആ റൈറ്റിനെ ദൈവഹിതത്തിനും ബലിയായി സമർപ്പിക്കുകയാണ് പരിശുദ്ധ മറിയം. അതാണ് അവൾ കൃപ നിറഞ്ഞവളായി മാറുന്നത്. ഈ കൃപ എനിക്ക് നിങ്ങൾക്ക് അവൈലബിളാണ്. ഇന്ന് മുതൽ തീരുമാനം എടുക്കണം. ദൈവഹിതത്തിന് വിരുദ്ധമായത് എൻ്റെ ദാമ്പത്യത്തിലും എൻ്റെ മക്കളുടെ ജീവിതത്തിലും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ എടുക്കുമ്പോഴാണ് ദൈവം നിങ്ങളുടെ കൂടെ വരികയും നിങ്ങളുടെ കുടുംബത്തെയും മക്കളെ അനുഗ്രഹിക്കുകയും ചെയ്യാം. ഇത്തിരി ബുദ്ധിമുട്ടാണ്.
അപ്പോൾ ഇന്ന് മാനസാന്തരത്തിൻ്റെ ദിവസമാണ്. എന്താണ് ഈ മാനസാന്തരം എന്നറിയണം. യോഹന്നാൻ സുവിശേഷം 13 നമ്മൾ കാണുന്നുണ്ട്, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ. ആ സ്ത്രീയോട് അവളെ എല്ലാവരും കല്ലെറിയാണ്. കല്ലെറിയിട്ട് നിൽക്കുമ്പോൾ യേശുവിന് മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുക. മോശയുടെ നിയമപ്രകാരം ഈ പാപം ചെയ്തവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ്. നീ എന്ത് പറയുന്നു? ദൈവം ഭൂമിയിലേക്ക് വന്നത് ശിക്ഷിക്കാനല്ല, നമ്മുടെ പാപത്തെ നമ്മളെ ശിക്ഷിക്കാനല്ല ദൈവം വന്നത്, നമ്മളെ രക്ഷിക്കാനാണ് വന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ല, ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ല. ന്യായവിധി ദൈവം ശിക്ഷിക്കുന്നതാണോ? അല്ല, നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ്. ഇന്ന് നമുക്കെല്ലാ അവസരങ്ങളുണ്ട്, ദൈവത്തെയും ദൈവഹിതത്തെയും തിരഞ്ഞെടുക്കാനുള്ള അവസരം. ആ അവസരം ദൈവത്തിൽ യേശുക്രിസ്തു നൽകിയ കരുണ. നമ്മുടെ സകല പാപങ്ങളും, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മാമോദീസ ശേഷം ചെയ്ത സകല പാപങ്ങളും ദൈവം, അതിൻ്റെ സകല പരിണിത ഫലങ്ങൾ ദൈവം നിങ്ങളെ വിമോചിപ്പിക്കുന്ന ദിവസമാണ്. ഇത്രയും വലിയ കരുണ തന്നിട്ട് നിങ്ങൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ അന്ത്യദിനയിൽ വിധിക്കപ്പെടുക. ഹല്ലേലൂയ. ദൈവം ആരെയും വിധിക്കത്തില്ല, ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ല. കാരണം ദൈവം സ്നേഹമാണ്, ദൈവം രക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് ഇത്രയും പാപം ചെയ്തവൾ മുമ്പിൽ വന്നപ്പോഴും കർത്താവ് പറഞ്ഞു, ഓക്കെ, മോശയുടെ ദൈവം പറഞ്ഞു കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പാപം ചെയ്യാത്തവൻ കല്ലെറിഞ്ഞോളാൻ പറഞ്ഞു. എല്ലാവരും കല്ലിട്ടിട്ട് പോയി. അങ്ങനെ ആ സ്ത്രീ ഒറ്റയ്ക്ക് നിൽക്കുക. ഈശോ ചോദിച്ചു, ഇതിനെ ആരും കല്ലെറിഞ്ഞില്ലേ? ഇല്ല. കല്ലെറിയാൻ യോഗ്യതയുള്ള ഒരാളുണ്ട്, പാപം ചെയ്യാത്തവൻ. പക്ഷെ ഞാൻ കല്ലെറിയാൻ വന്നവനല്ല, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ വന്നവനാണ്. ഒരു കാര്യം ചെയ്യണം, മേലിൽ പാപം ചെയ്യരുത്. രണ്ടാമതൊരു കാര്യം പറഞ്ഞു, പൊയ്ക്കൊള്ളുക. അതിന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ 2 വേർഡ്സ് ഉപയോഗിക്കുക. ഗോ, ഡോണ്ട് സിൻ അഗൈൻ. പൊയ്ക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. ആ സ്ത്രീ ഒരു വിശുദ്ധയായി മാറി, ദൈവാനുഗ്രഹം നിറഞ്ഞവളായി മാറി. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ഗോ, ലെറ്റ് ഗോ എന്നതിൻ്റെ അർത്ഥം. പാപസംബന്ധമായിട്ടുള്ള, പാപത്തിലേക്ക് നയിക്കുന്ന വ്യക്തികൾ, സാഹചര്യങ്ങൾ, ഇടപാടുകൾ പരിപൂർണമായി ഉപേക്ഷിക്കണം. അതാണ് ആ ഗോ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. ഇന്നലെ വരെ നടന്ന വഴികൾ, നീ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തിരുന്ന വ്യക്തികൾ, നിന്നെ പാപത്തിന് കൂട്ടുന്ന വ്യക്തികൾ, അതിൻ്റെ സാഹചര്യങ്ങൾ, ആ പാപത്തിൻ്റെ സുഖങ്ങൾ, പാപത്തിൻ്റെ സന്തോഷങ്ങൾ, നേട്ടങ്ങൾ പരിപൂർണമായിട്ട് ഉപേക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് ധൂർത്തപുത്രൻ ചെയ്തത്, ഇതാണ് സക്കേവൂസ് ചെയ്തത്, ഇതാണ് എൽവിസ് കൂട്ടർ 24-ാം വയസ്സിൽ ചെയ്തത്. ഇതാര് ചെയ്താലും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, ആര് ചെയ്താലും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. 2, മേലിൽ പാപം ചെയ്യരുത്. എൻ്റെ അർത്ഥം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവം ഉടമ്പടിയുടെ ദൈവമാണ്. ദൈവം ഒരു കുടുംബത്തെ, ഒരു വ്യക്തിയെ, ഒരു ജനത്തെ അനുഗ്രഹിക്കുന്ന ഉടമ്പടി പ്രകാരമാണ്. 4 ഉടമ്പടി ഞാൻ പറഞ്ഞു. ആദമായിട്ട്, നോയായിട്ട്, അബ്രാഹമായിട്ട്, മോശ വഴി. ആ ഉടമ്പടി കൊടുത്തിട്ടും ഇസ്രായേൽ ജനത്തിന് ആ ഉടമ്പടിയിൽ അനുഗ്രഹം കിട്ടിയില്ല. കാരണം അവർ ഉടമ്പടി ലംഘിച്ചു. അതുകൊണ്ടാണ് മരുഭൂമിയിൽ മരിച്ചുപോയത്. അതിനുശേഷം ഒരു പുതിയ ഉടമ്പടി, ദാവീദ് വഴി, 5-ാമത്തെ ഉടമ്പടി. ഇസ്രായേൽ ഒരു രാജ്യമായി മാറുകയാണ്. ദാവീദ് വഴിയാണ് കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട രാജ്യം, മക്കൾ. ആ ഉടമ്പടി ഇസ്രായേൽ ജനം ലംഘിച്ചു. അവസാനത്തെ ഉടമ്പടി, 6-ാമത്തെ ഉടമ്പടി, യേശുക്രിസ്തു വഴിയുള്ള പുതിയ ഉടമ്പടി. ലോകത്തിലെ എല്ലാ മനുഷ്യരെയും ദൈവത്തിൻ്റെ മക്കളായി സ്വർഗത്തിന് യോഗ്യരായി എടുക്കുന്ന ഉടമ്പടിയാണത്. ഹല്ലേലൂയ. പോരാ, ഹല്ലേലൂയ. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ കവനൻസ്, എല്ലാ ഉടമ്പടിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഉടമ്പടി. ദൈവത്തിൻ്റെ മക്കളുടെ സ്ഥാനം നൽകി സ്വർഗത്തിന് അവകാശികളാക്കി ദൈവിക ജീവനിലുള്ള ഭാഗഭാഗിത്വം, എല്ലാ അധികാരങ്ങളും ആധിപത്യങ്ങളും തന്നിട്ട് ദൈവം യേശുവിൽ നമ്മളെ വീണ്ടെടുക്കുന്ന ആ ഉടമ്പടി.
പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ ഉടമ്പടി നിങ്ങൾ എടുത്തവരാണോ? എപ്പോഴാണ് എടുത്തത്? മാമോദീസയിൽ വാഗ്ദാനം കൊടുക്കുകയാണ്. 3 വാഗ്ദാനങ്ങളാണ് മാമോദീസയിൽ ചെയ്തത്. സഭ ചോദിക്കുകയാണ്, പാപത്തെയും പാപസാഹചര്യങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? ഉപേക്ഷിക്കുന്നു. പിശാചിന്റെ ആഡംബരങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? ഉപേക്ഷിക്കുന്നു. യേശുക്രിസ്തുവിനെ കർത്താവിൻ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? സ്വീകരിക്കുന്നു. ഇന്ന് മുതൽ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുക. ആദ്യത്തെ തൈലം പൂശുന്നു. ഡെലിവറൻസ് ഫ്രം പൈശാചിക പീഡകളിൽ നിന്ന് മോചനമാണ്. പാപത്തിൻ്റെ പരിണിത ഫലങ്ങളിൽ നിന്ന് മോചനമാണ്. രണ്ടാമത്തെ തൈലാഭിഷേകം വെള്ളം പൂശിയതിന് ശേഷം തൈലാഭിഷേകം ചെയ്യും. ദൈവത്തിൻ്റെ മക്കളായി അഭിഷേകം ചെയ്യണം. വിശുദ്ധ ചാവറപ്പിതാവും അൽഫോൻസാമയും പറയാറുണ്ട്, മാമോദീസയിൽ ഞങ്ങളുടെ മേലിട്ട വെള്ളവസ്ത്രം, അന്നൊരു വെള്ളവസ്ത്രം ഇടുകയാണ്. മക്കളുടെ സ്ഥാനത്തിൽ കൊടുക്കുന്ന വിശുദ്ധിയുടെ വസ്ത്രം. ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ നീതിയുടെ വസ്ത്രം അണിയിക്കുകയാണ്. ആ വസ്ത്രം യേശുക്രിസ്തുവിൻ്റെ രക്തം കൊടുത്ത് വാങ്ങിയ വസ്ത്രമാണ്. വിശുദ്ധിയുടെ വസ്ത്രമാണ്. പുത്രസ്വീകാര്യത്തിൻ്റെ വസ്ത്രമാണ്. നീതിയുടെ വസ്ത്രം എന്ന് പറയും. ദ റോബ് ഓഫ് റൈച്ചസ്നെസ്. ആ വസ്ത്രത്തിൽ ജീവിതത്തിൽ ഞങ്ങൾ ഒരിക്കലും കറ പുരട്ടിയിട്ടില്ല. ഇരുപത്തിനാല് വർഷം മുമ്പ് ഞാൻ എൻ്റെ മാമോദീസ വ്രതം നവീകരിച്ച് 27 വർഷം മുമ്പ്. പിന്നീട് ഒരിക്കലും ഒരു പാപം ചെയ്തിട്ടില്ല. എനിക്ക് നൽകിയ ദൈവത്തിൻ്റെ വസ്ത്രത്തിൽ കറ പുരട്ടിയിട്ടില്ല. ഈ ഉത്തരവാദിത്വം ഓരോ ക്രിസ്ത്യാനിക്കും ഉണ്ടാകണം. ഇതാണ് ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം. ദൈവത്തിൻ്റെ കരുണയോട് നമ്മൾ വിശ്വസ്തരായിരിക്കണം. കരുണ ലഭിക്കും. പക്ഷെ നമുക്ക് ലഭിക്കാത്തതിന് കാരണം വെച്ചാൽ വിശ്വസ്തതയില്ല. നമുക്ക് നമ്മുടെ സൗകര്യം അനുസരിച്ച് നമ്മൾ തോന്നിയാസം ചെയ്യാണ്. ഈ കരുണ വിശ്വസ്ത പുലർത്താൻ ദൈവം പല ടെസ്റ്റുകൾ എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ആദ്യത്തെ ടെസ്റ്റ് എൻ്റെ ബിസിനസ്സായിരുന്നു. മാസത്തിൽ ഒരു 50 ടൺ റബ്ബർ ബോംബെക്കും ഗുജറാത്തിനും കയറ്റിയേക്കുന്ന ഒന്നാന്തരം ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. ആ ബിസിനസ് ഞാൻ നേരത്തെ പറയാം, എൻ്റെ മാതാപിതാക്കൾക്ക് ഞാനത് ചെലവഴിക്കുന്ന രീതി ഇഷ്ടമല്ലായിരുന്നു. അവരായിരുന്നു ഫണ്ട് ചെയ്തിരുന്നത്. അവർ ഞങ്ങൾ പറയുന്ന പോലെ ബിസിനസ് ചെയ്താലേ ഫണ്ട് തരുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ദൈവഹിതപ്രകാരം ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഫണ്ട് വലിക്കുക. കല്യാണത്തിൻ്റെ തലേമാസം ബിസിനസ് നിർത്തേണ്ടി വന്നു. ഞാൻ ദൈവത്തോട് ചോദിച്ച് എന്ത് ചെയ്യണം? അവർ നിർത്തിക്കോളാൻ പറഞ്ഞു. ദൈവത്തെക്കാൾ, ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കാൾ വിലയേറിയതൊന്നും എൻ്റെ ജീവിതത്തിലില്ല. അങ്ങനെ തൊഴിലില്ലാതെ 5 പൈസ വീട്ടിലില്ലാതെയാണ് കല്യാണം നടക്കുന്നത്. എൻ്റെ അമ്മായിപ്പിന് ഭയങ്കര ദേഷ്യമായിപ്പോയി. കാരണം ബൈബിൾ പ്രകാരം ഒന്നാന്തരം ബിസിനസ് നിർത്തിയിട്ട് വഴിയാധാരമായിട്ട് നടക്കുകയാണ്. എന്നെ വീട്ടിൽ കയറ്റിയില്ല. എന്നെ സംബന്ധിച്ച് അതൊന്നൊരു വിഷയമല്ല. ദൈവഹിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതുപോലെ തന്നെ ഞാൻ അതിനുശേഷം ഇവിടെ ജോലിയിൽ കയറി. 4-ാമത്തെ വർഷത്തിൽ ഐ വാസ് അവാർഡ് ദി ബെസ്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും നല്ല ജനറൽ മാനേജർ മിത്സുബിഷി കോർപ്പറേഷൻ്റെ ബെസ്റ്റ് അവാർഡ് കിട്ടി. ഒരു ലാൻസർ കാറാണ് സമ്മാനമായിട്ട് തന്നത്. അതിനുശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ കമ്പനിക്കാരനോട് പറയാണ്, ഞാൻ അന്ന് സുവിശേഷം പറയുകയാണ്. കാരണം സുവിശേഷം പ്രഘോഷിക്കലാണ് എൻ്റെ 1-ാമത്തെ ദൗത്യം. കമ്പനിക്കാർ കടവല്ല, ഞങ്ങളുടെ കമ്പനി 8.5 കോടി രൂപ കടമുള്ളൊരു കമ്പനി. അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയായി മാറുന്നത്. ഇത്രയും കടബാധ്യത ദൈവത്തിനൊന്നൊരു പ്രശ്നമല്ല. ദൈവത്തിന് എന്തും അതിജീവിച്ച് നമ്മൾ അനുഗ്രഹിക്കാൻ പറ്റും. അങ്ങനെ എല്ലാ കടങ്ങളും മാറി ഇന്ത്യയിലെ നമ്പർ 1 ആയപ്പോൾ എൻ്റെ കമ്പനിയിലെ ബോസ് പറയാം, ഇനി നമുക്ക് ധ്യാനങ്ങളൊക്കെ നിർത്തിയിട്ട് നമ്മൾ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ്, പാലം കിടക്കുന്നവരെ നാരായണ, അത് കഴിഞ്ഞപ്പോൾ കൂരായണ എന്ന് പറഞ്ഞാൽ ശരിയാവുമോ സാറെന്ന് ചോദിച്ചു. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് കാര്യങ്ങളിത് നടത്തണം. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു ജോലി നോക്കാൻ എനിക്ക് താല്പര്യമില്ല. സുവിശേഷം പ്രസംഗിക്കാൻ പറ്റാതെ ഒരു ജോലി നോക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പം അദ്ദേഹം ഒരു പറഞ്ഞ കാര്യം, മകനാണ്, എന്നാൽ താൻ റിസൈൻ ചെയ്തോളം പറയും. അന്ന് വൈകുന്നേരം റെസിഗ്നേഷൻ എഴുതി കൊടുത്തതാണ്. ഈ ലോകത്തിലെ ഒന്നും എൻ്റെ ദൈവത്തെക്കാൾ, എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനേക്കാൾ മൂല്യമുള്ളതല്ല. ഇതാണ് ദൈവം കാണിക്കുന്ന കരുണയോട് നമ്മൾ വിശ്വസ്തത പുലർത്തണം. ഗോഡ് വിൽ ടെസ്റ്റ് യു. ഇവിടെ ഇരിക്കുന്ന 99% ഈ ടെസ്റ്റിൽ പരാജയപ്പെട്ടവരാ. എവിടെയെങ്കിലുമൊക്കെ സാമ്പത്തിക മേൽ പരാജയപ്പെട്ടിട്ടുണ്ട്, ബന്ധങ്ങളുടെ മേൽ പരാജയപ്പെട്ടിട്ടുണ്ട്, പിന്നെ സ്നേഹത്തിൻ്റെ മേഖല പരാജയപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ലോകത്തിലെ പല കാര്യങ്ങൾ നേടുന്ന മേഖലയിൽ നമ്മളെല്ലാം കോംപ്രമൈസ് ചെയ്യുന്നവരാണ്. ഇതൊക്കെ ടെസ്റ്റുകളാണ്. ഈ ടെസ്റ്റുകൾ നമ്മൾ ദൈവത്തെ തള്ളിപ്പറയും, ദൈവത്തിൻ്റെ പദ്ധതി തള്ളിപ്പറയും, കൽപ്പനകൾ ലംഘിക്കും. നമ്മൾ കാര്യം നടത്തുക എന്നുള്ളതാണ്. ഇങ്ങനെ ഓരോ ടെസ്റ്റുകൾ നമ്മൾ ദൈവം തരുമ്പോഴും നമ്മൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് നമ്മൾ പോകുമ്പോൾ, ദൈവഹിതത്തിന് വിരുദ്ധമായി ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു പ്രശ്നമുണ്ട്. നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോവാണ്. അതുകൊണ്ടാണ്
യേശുവിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ലാസർ രോഗിയായി മരിക്കാൻ പോവാണ്. യേശുവിൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോ, അതായത് നിന്റെ സഹോദരൻ ലാസർ മരിക്കാൻ, വേഗം വരണം. യേശു പോയില്ല. ലാസർ മരിച്ചതിന് ശേഷമാണ് യേശു ചെല്ലുന്നത്. അപ്പോൾ ഇവർ കരഞ്ഞുകൊണ്ട് ചെല്ലുക. ഒരു കാര്യം പറഞ്ഞു, വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും. ഇന്ന് നമ്മളോട് പറയുന്നതാ, വിശ്വസിച്ചാൽ നിന്റെ ഏത് ദുരിതത്തിൽ നിന്നും നിന്റെ ഏത് രോഗത്തിൽ നിന്നും ദൈവം നിന്നെ കരകയറ്റിയിരിക്കും. എന്താ ലാസറിന്റെ സഹോദരിമാരോട് പറഞ്ഞ് വിശ്വസിക്കാനുള്ള കാരണം എന്താ? എവിടെയോ വിശ്വാസം നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് കളഞ്ഞു. ഹല്ലേലൂയ. ആദ്യ പാപം ചെയ്തപ്പോൾ, ലോകത്തിൻ്റെ വാക്ക് കേട്ട് ജീവിതം നയിച്ചപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി പറുദീസയിൽ. നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ വിചാരിക്കും ഒരു ചെറിയ കാര്യമല്ലേ എന്ന്. ചെറിയ കാര്യം മതി. സാധാരണ നമ്മൾ ദൈവഹിതത്തിന് വിരുദ്ധമായി ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം പോവാണ്. നമ്മൾ വിചാരിക്കും നാളെ അത് കിട്ടുമെന്ന്. കിട്ടില്ല. വിശ്വാസം കിട്ടണമെങ്കിൽ നിങ്ങൾ ഏത് പാപത്തെ പ്രതിയാണ് നിങ്ങൾ വിശ്വാസം നഷ്ടപ്പെടുത്തിയത്, ആ പാപത്തെ വെറുത്തുപയോഗിച്ച് അതിന് പരിഹാരം ചെയ്താലേ നിങ്ങൾക്ക് വിശ്വാസം കിട്ടുള്ളൂ. നമ്മളൊക്കെ എവിടെയോ ഒക്കെ വിശ്വാസം ഉപേക്ഷിച്ച് കളഞ്ഞവരാ. എന്നിട്ട് നമ്മളൊരു കുഴി വീണ്ടും കർത്താവെ കർത്താവെ വിളിക്കുക. കർത്താവ് അവിടെ ഉണ്ടാവില്ല. കർത്താവ് വരില്ല. കർത്താവിന് വരാൻ പറ്റില്ല. കാരണം നിനക്ക് വിശ്വാസമില്ല ദൈവത്തിൽ. അങ്ങനെ ലാസർ മരിച്ചാൽ ലാസറിന്റെ വീട്ടിൽ വന്നിട്ട് പറയാ, നീ വിശ്വസിച്ചാൽ. കാരണം നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞു. ലാസർ ഉപേക്ഷിച്ച് കളഞ്ഞു. എവിടെയോ നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് കളഞ്ഞു. വിശ്വാസം താൽക്കാലിക നേട്ടത്തിന്, ലാഭത്തിന് വേണ്ടി, സുഖത്തിന് വേണ്ടി, 30 വെള്ളിക്കാശിന് വേണ്ടി വിശ്വാസം ഉപേക്ഷിച്ച യൂദാസ്, ഒരു പായസത്തിന് വേണ്ടി വിശ്വാസം ഉപേക്ഷിച്ച ഇസഹാക്ക്, ഇങ്ങനെ പല കഥാപാത്രങ്ങളും ബൈബിളിലുണ്ട്. ലോകത്തിന്റെ ചില നേട്ടങ്ങൾക്ക് വേണ്ടി വിശ്വാസം ഉപേക്ഷിച്ച ആദം, ഹവ്വ, പുത്രസ്ഥാനം നഷ്ടപ്പെടുത്തി പോയ ധൂർത്തപുത്രർ, ഇതെല്ലാം വിശ്വാസം ഉപേക്ഷിച്ച് പോയവരാണ്. ഇവരെല്ലാം മന്ദിക്കുഴി കിടക്കുമ്പോഴും, ഇവരെല്ലാം പാതാളത്തിൽ കിടക്കുമ്പോഴും, യൂദാസ് കെട്ടിത്തൂങ്ങി ചെന്നപ്പോഴും ദൈവം ഇടപെടുന്നില്ല. ഇടപെടാൻ പറ്റില്ല. ആ ദിവസം നമ്മുടെ ജീവിതത്തിൽ കെണിയായിട്ട് വരും. ഇന്ന് നമ്മൾ ചില ലാഭത്തിന് വേണ്ടി ദൈവത്തിന് വിശ്വാസം നഷ്ടപ്പെടുത്തി കോംപ്രമൈസ് ചെയ്യും. പക്ഷെ പ്രശ്നം എന്താ അറിയോ? നാളെ നിന്നെ സാത്താൻ കെട്ടും. അന്ന് നിനക്ക് അനുതപിക്കാൻ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. ഇങ്ങനെ സാത്താൻ പിടിക്കണത്. യൂദാസ് വിചാരിച്ചു 30 വെള്ളിക്കാശല്ലേ, ലാഭമുണ്ട്, യേശു നാളെ ചാടി പുറത്തു വരും. പക്ഷെ വന്നില്ല. തകർന്നുപോയി. അതുകൊണ്ട് നമ്മളൊക്കെ വിശ്വാസം, ഓരോ പാപം ചെയ്യുമ്പോഴും നമ്മൾ വിശ്വാസം കോംപ്രമൈസ് ചെയ്യുക. ഓരോ വചനങ്ങൾ നമ്മൾ ലംഘിക്കുമ്പോൾ, കൽപ്പന ലംഘിക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തെയാണ് തള്ളിക്കളയണത്. എന്നിട്ട് ഇന്ന് വലിയ കുഴിക്കാത്തത് എന്താണ് പ്രാർത്ഥിച്ചിട്ട് ദൈവം ഇടപെടാത്തത്? ദൈവം ഇടപെടാത്തല്ല, നിനക്ക് ദൈവത്തിൽ വിശ്വാസമില്ല. അയ്യോ ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ. ആ പള്ളിയിൽ പോകുന്നത് വിശ്വാസത്തിന്റെ അടയാളമൊന്നുമല്ല. എനി ഡിക്ക് ആൻഡ് ഹാരി ക്യാൻ ഗോ ടു ചർച്ച്. അതൊക്കെ വിശ്വാസത്തിന്റെ അടയാളമായിട്ട് കാണരുത്. വിശ്വാസത്തിന്റെ അടയാളം എന്താണ്? ഈ വചനത്തിലെ ഉൽപ്പത്തി 1:28 സന്താനപുഷ്ടിയുള്ള പെറ്റുവിരിക്ക് ഭൂമിയിൽ നിറയെ കീഴ്പ്പെടുത്തുക, ഒന്നാമത്തെ കൽപ്പന. അവസാനത്തെ കൽപ്പന 28:19 എന്നാണ് ലോകം മുഴുവൻ സകല സൃഷ്ടികളും സുവിശേഷം പറയണം. ഇതിൻ്റെ ഇടയിലുള്ള സകല കൽപ്പനകളും പാലിക്കാൻ വിശ്വസിക്കുന്നതിൻ്റെ പേരാണ് വിശ്വാസം. നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കൽപ്പനയും പാലിച്ച് പള്ളിയിലും പോയി കുറച്ച് നോയമ്പ് നോക്കി നടന്നാലും പൊന്ന് ക്രിസ്ത്യാനി, നീ അനുഗ്രഹിക്കപ്പെടത്തില്ല. ദാറ്റ് ഈസ് നോട്ട് ദ പാറ്റേൺ ഗോഡ് ഈസ് ഗോയിങ് ടു ബ്ലെസ് യു. God is a God of covenant. എന്താ കവനന്റ്? സീനായി ഉടമ്പടി. പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം 5-ാമത്തെ ഉടമ്പടി സ്ഥാപിക്കുന്ന ദൈവം പറയാണ്, എല്ലാം നഷ്ടപ്പെട്ട് അടിമകളായിട്ട് ഈജിപ്തിൽ അടിമവേല ചെയ്യുന്ന പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം കഷ്ടപ്പെട്ട് കിടക്കുന്ന ജനമായിട്ട് ദൈവം ഒരു ഉടമ്പടി വെക്കുകയാണ്. എന്താ ഉടമ്പടി എന്നറിയാമോ? ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ 3-ാം മാസം 1-ാം ദിവസം ഇസ്രായേൽക്കാർ സീനായി മരുഭൂമിയിലെത്തി. പുറപ്പാട് 12 പറയാ. അവർ റഫീദിൽ നിന്ന് പുറപ്പെട്ട് സീനായി മരുഭൂമിയിൽ പ്രവേശിച്ച് മലയുടെ മുൻവശത്ത് പാളയം അടിച്ചു. മോശ ദൈവസന്നിധിയിലേക്ക് കയറി ചെന്നു. കർത്താവ് മലയിൽ നിന്ന് അവനെ വിളിച്ചു ഇങ്ങനെ പറഞ്ഞു, യാക്കോബിന്റെ ഭവനത്തോട് നീ പറയുക, ഇസ്രായേലിനെ അറിയിക്കുക. ഫറവോയുടെ അടിമത്തം പുറത്തുകൊണ്ട് മരുഭൂമിയിൽ നിർത്തിയിട്ട് ദൈവം സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കണം നോക്കുക. ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സമൂഹിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു എന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ഈജിപ്തിൽ നിന്നും ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും കഴുകന്മാരുടെ ചിറകിൽ ഇസ്രായേൽ ജനത്തിനെ ചെങ്കടലിൽ കടത്തി ഈ മരുഭൂമിയിൽ കൊണ്ടുവന്ന് എന്തിനാണെന്നറിയാവോ? വചനം കൃത്യമായിട്ട് പറയാണ്, വഹിച്ച് നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു.
എൻ്റെ കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. എന്നാൽ നേരത്തെ നമ്മൾ വായിച്ച വചനം, ആ ജനം ദൈവത്തിൻ്റെ കൂടെ നടന്നില്ല. അവർ ധിക്കാരികളും സ്വാർത്ഥ താല്പര്യം താന്തോന്നികളുമായിട്ട് മരുഭൂമിയിൽ ജീവിച്ചു. ദൈവം ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടതിൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് അവർ മാറിപ്പോയി. അതാണ് ആ ജനം നശിച്ചു പോയത്. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരാ. ദ പ്രൈമറി പർപ്പസ് ഓഫ് ക്രിയേഷൻ, ദ പ്രൈമറി പർപ്പസ് ഓഫ് റിഡംഷൻ എന്താണെന്നറിയാവോ? ടു ഹാവ് കമ്മ്യൂണിയൻ വിത്ത് ഗാഡ്. രോഗം മാറാനല്ല, കല്യാണം നടക്കാനല്ല, ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ല, വീട് പണി നടക്കാൻ വേണ്ടിയിട്ടല്ല യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത്. ടു ഹാവ് കമ്മ്യൂണിയൻ വിത്ത് ഗാഡ്, നിത്യജീവൻ. ഇതിനാ സൃഷ്ടിച്ചത്. ഇതിനാ നിങ്ങളെ ഞാൻ ഈജിപ്തിനടിയിൽ നിന്ന് കൊണ്ടുവന്നത്. എൻ്റെ അടുക്കലേക്ക് ഞാൻ കൊണ്ടുവരാണ്. എൻ്റെ ജനമായിട്ട് നിങ്ങൾ നടക്കണം, എൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കണം. ആ ജനത പരാജയപ്പെട്ടു, ചത്തുപോയി മരുഭൂമിയിൽ. നിയർലി 25 lakhs. ദൈവത്തിന് സങ്കടമൊന്നുമില്ല അതിൽ. നിങ്ങൾ വിചാരിക്കുക നിങ്ങളിങ്ങനെ കഷ്ടപ്പാടും പട്ടിണിയും ദാരിദ്ര്യം കിടക്കുക ദൈവത്തിന് ഭയങ്കര സങ്കടം. ഒരു സങ്കടവും ഇല്ല. കാരണം നിങ്ങൾ നിഷേധികളാണ്. നിങ്ങൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നില്ല, നിങ്ങൾ എൻ്റെ ഉടമ്പടി പാലിക്കുന്നില്ല. മാമോദീസയിൽ പറഞ്ഞ വാഗ്ദാനം നിങ്ങൾക്കൊരു വിഷയമൊന്നുമില്ല. അതൊക്കെ നിങ്ങൾക്കൊരു നേരം പോക്കാണ്. 2 സ്മോൾ അടിക്കാനും നിങ്ങളുടെ സമ്പത്തിൻ്റെ ബഹുമതി കാണിക്കാനും നാട്ടുകാരെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു ചടങ്ങ് നടത്താം. അതൊരു ചടങ്ങല്ല. എൻ്റെ പ്രിയപുത്രൻ രക്തം നൽകി വീണ്ടെടുത്ത പുത്രസ്ഥാനമാണത്. എന്നിട്ട് തരുന്ന വസ്ത്രം അവൻ്റെ വസ്ത്രമാണ്. കാൽവരി മലയിൽ നിനക്ക് വേണ്ടി ഉരിഞ്ഞു വെച്ച വസ്ത്രം, മക്കളായി ദത്തെടുക്കുന്ന വസ്ത്രം. അതൊക്കെ പുല്ല് വിലയാണ് നമ്മളെ സംബന്ധിച്ച്. എന്നിട്ട് നീ കുഴി വീണിട്ട് യേശുവെന്ന് വിളിച്ച് ആര് കേൾക്കാനാ? ആരും കേൾക്കൂല. God will never mind you. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ ചത്തുപോയിട്ട് ദൈവം മൈൻഡ് ചെയ്തോ? മൈൻഡ് ചെയ്തിട്ടില്ല. കാളക്കുട്ടി ആരാധിച്ചനല്ല അന്ന് വാൾ വെച്ച് വെട്ടിക്കൊന്നെ ദൈവം മരുവിച്ചില്ല. പിന്നെ നിങ്ങൾ കരച്ചിൽ കേട്ട് മരുവില്ല. God is not an emotional being. അറിയണം. നമ്മൾ കുറെ കരഞ്ഞതുകൊണ്ട് ദൈവം ഉടനെ അയ്യോ എന്ന് പറഞ്ഞ് കരയുന്നവരല്ല. God is a God of covenant. ഉടമ്പടിയുടെ ദൈവമാണ്. ഈ ഉടമ്പടി പ്രകാരം ജീവിക്കണം. I will bless you. നിന്റെ ജീവിതത്തിൽ എന്തു സംഭവിച്ചാൽ ഞാൻ ഉയർത്തിയിരിക്കും. ഇസ്രായേൽ ജനത്തിനെ ഉയർത്താകില്ല. നിങ്ങളെ ഉയർത്താൻ ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇന്ന് കർത്താവ് നമ്മളെ സഹായിക്കും. പക്ഷെ തിരിച്ചു വരണം. അപ്പോൾ എൻ്റെ അടുക്കലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നത് നിങ്ങളെ. അല്ലാതെ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. ഇതിനുവേണ്ടി ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ഇതിനുവേണ്ടിയാണ് ദൈവം യേശു ക്രിസ്തുവിന്റെ രക്ഷ നൽകുന്നത്. പക്ഷെ നമ്മളിന്ന് അതിനു വേണ്ടിയൊന്നുമല്ല ജീവിക്കുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ബിസിനസ്, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ സുഖങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ, ലോകത്തിൻ്റെ കയ്യടി എവിടെ കിട്ടും അതിലെല്ലാം തലകൊണ്ടേ വെച്ച് ആ സ്ഥാനം എല്ലാം പേറി ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് കുഴി വീണിട്ട് അയ്യോ കടവാണ്, ജപ്തിയാണ്. ദൈവമൊന്നുമില്ല. നിന്റെ ഏത് പ്രശ്നത്തിലും ദൈവം ഇടപെട്ടിരിക്കുന്നു. രാത്രി യു ഹാവ് ടു ചേഞ്ച് യുവർ ലൈഫ്. അപ്പോൾ ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്ന് കഴുകന്മാരുടെ ചിറകളിൽ സംവഹിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ. എങ്ങനെ ഉടമ്പടി പാലിക്കുന്നത്? എൻ്റെ വാക്ക് കേട്ട് ജീവിക്കണം. എൻ്റെ കൽപ്പനകളനുസരിച്ച്, എൻ്റെ വചനമനുസരിച്ച് ജീവിക്കണം. അതാണ് ഉടമ്പടിയുടെ മാനദണ്ഡം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനതകളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. വാട്ട് എ ബ്ലെസ്സിങ്! ഈ ഭൂമുഖത്തുള്ള സകല മനുഷ്യരിൽ വെച്ച് ഈ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ജനം ആരാന്നറിയോ? ഇറ്റ് ഈസ് യു. നിങ്ങൾ കാണുന്നുണ്ടോ? ഇപ്പോഴും ഭൂമി മുഴുവൻ എൻ്റെതാണ്. ദ ഹോൾ വേൾഡ് ബിലോങ്സ് ടു മീ. അതെൻ്റെ മക്കൾക്കുള്ളതാ. എന്നെ അനുസരിച്ച് ജീവിക്കുന്നവർ ഞാനത് കൊടുക്കും. അതിന് നീ പണിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് നീ വിദ്യാഭ്യാസം നേടേണ്ട കാര്യമൊന്നുമില്ല. അതിനുവേണ്ടി നീ എന്തെങ്കിലും തലകുത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. പറവനെ ഞാനാ ഉയർത്തിയത്. എനിക്ക് തോന്നി അങ്ങ് ഉയർത്താന്ന് തോന്നി ഞാനങ്ങ് ഉയർത്തി. ഇത്രേ ഉള്ളൂ. റോമ 9:16. മനുഷ്യൻ്റെ അധ്വാനം പ്രയത്നമല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. നിങ്ങളുടെ കടങ്ങൾ മാറണോ, രോഗസൗഖ്യം കിട്ടണോ, ഒരു നേരത്തെ നിമിഷം ദൈവം തീരുമാനിച്ചാൽ മതി. പക്ഷെ ദൈവം തീരുമാനിക്കണമെങ്കിൽ നീ ദൈവത്തോട് കൊടുത്ത ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തണം. അറിവില്ലായ്മയുണ്ട്, സാരമില്ല. ഇതൊന്നും അറിയില്ലായിരുന്നു കർത്താവേ, നോ പ്രോബ്ലം. ഇന്നറിഞ്ഞില്ലേ? ഇന്ന് സത്യം അറിഞ്ഞില്ലേ? ആർ യു റെഡി ടു അക്സെപ്റ്റ് ദിസ് ട്രൂത്ത്? ആർ യു റെഡി ടു ചേഞ്ച് യുവർ ലൈഫ്? ഗോഡ് വിൽ ബ്ലെസ് യു. ഏത് രോഗം, ഏത് പ്രതിസന്ധി, ദൈവത്തിന് വിഷയമൊന്നുമില്ല.